Father God, we take this time to thank you for the gift of your Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ ദാനം തന്നെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ഒരു പുതിയൊരു അഭിഷേകം നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Come fill us with a new anointing, O Holy Spirit. Help us to be still before the presence of our Almighty God. ശാന്തമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതെല്ലാം കർത്താവിന് നിനക്ക് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം 55:22 പറയണോണക്ക് കാസ്റ്റ് യുവർ ബർഡൻ ടു ദ ലോർഡ്. എല്ലാം കർത്താവെ അവിടുത്തെ വചനം ശ്രവിക്കാൻ പോകുന്ന ഈ സമയത്ത് let there be no distraction, my Lord. Let your word set us free, my Lord. Oh Spirit of wisdom, come take control of each one of us. Let your presence come, a new fire, and let it burn away those things which are preventing us from enjoying the blessings of our Lord. My Lord Jesus, we take this time to thank you once again for your love for each one of us. Father God, we give you all the glory, the honor, the praise, and the thanksgiving for all the love you give us and for all the blessings you have kept in store for each one of us in this Zoom meeting, Lord. Hallelujah. Lord, I lift up this grace community, Brother Sajid, Brother Biju, Dr. Cherry, and all the loved ones who are doing so much for you, my Lord. Bless all of us and help each one of us to do everything for your glory, for your honor. Father God, we praise you, Lord. Hallelujah. Yeshua, Nanni. Pidave, Nanni, Ruhai, Stotram. Hallelujah. Glory to the Father, the Son, and the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. Amen. Praise the Lord, my dear loved ones. I thank God for giving me this great honor. ഈ വലിയൊരു ഒരു ഓണർ തന്നെ ഓർത്തു. നിങ്ങളുടെ ഈ ഗ്രേസ് കമ്മ്യൂണിറ്റി ഇവിടെ ഇങ്ങനെ വചനം പങ്കുവെക്കാനുള്ള അവസരം തന്നെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഓക്കെ, പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് ഒരു കാർട്ടൂണ് കാണിക്കാൻ പോകുന്നത് പേടിക്കണ്ട. ദിസ് ഇസ് വാട്ട് ഐ ഗിവ് ഇൻ ദ യൂത്ത് മീറ്റിംഗ്സ്. ഞങ്ങളുടെ യൂത്തിൻ്റെ മീറ്റിങ്ങിൽ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ. അപ്പം ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് കർത്താവ് കാണിച്ച് ഇത് കാണിക്കാൻ പറ്റും. ഇറ്റ് മേക്ക് സെൻസ് ടു എവറിബഡി. ഇഫ് യു സീ ദ കാർട്ടൂൺ, ഇറ്റ്സ് ലൈക്ക് ദിസ്. ആർ യു ലിവിംഗ് വിത്ത് ഗോഡ്? Are you living with God? And bottom you see, on the inside or outside? നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ ജീവിക്കുന്നത്? കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരു നല്ല ശതമാനം ദൈവമക്കള് എല്ലാം ഇറ്റ്സ് എക്സ്റ്റീരിയർ, എക്സ്റ്റേണൽ തിങ്സ്. നമ്മൾ ഈ നോയമ്പാലത്ത് നമ്മളെല്ലാവരും ഇറച്ചി, മീൻ, മുട്ട ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ടും ഫേസ്ബുക്ക് കാണുന്നില്ല, a lot of things. But the question is, ചെറുപ്പക്കാരോട് പറഞ്ഞ കണക്ക്, are you living with God on the inside or outside? നമ്മുടെ ഉള്ളിൽ. അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട, ഇന്ന് നമുക്ക് ഈ നോയമ്പ് കാലം നമ്മൾ ആരംഭിച്ചു. ഇറ്റ്സ് എ ടൈം ഫോർ us to come before him. കർത്താവിൻ്റെ മുമ്പിൽ ഈ സമയം, ഈ 50 ദിവസം നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ സഭ തന്നിരിക്കുന്ന, ഇറ്റ്സ് ജസ്റ്റ് ടു prepare ourselves to check our lives. നമ്മുടെ ജീവിതം വേറെമായി എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണോ ഞാൻ പൂർണ്ണമായിട്ട് ജീവിക്കുന്നത്? ഓൾ ദീസ് തിങ്സ് ആൻഡ് ടു കം ബാക്ക് ടു ദ ട്രാക്ക്. യെസ്, പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് നമുക്ക് ജോയൽ പുസ്തകം, ജോയൽ പ്രവാചകൻ 2-ാമത്തെ അധ്യായം 12-13 അത് മലയാളത്തിലുണ്ട്. ബ്രദർ ബിജു ഒന്ന് വായിക്കുമോ? എനിക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയത്തില്ല, പക്ഷേ ക്യാൻ യു റീഡ് ഇറ്റ് പ്ലീസ്? താങ്ക് യു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടുകൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്,
നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവീൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ആമേൻ. ആമേൻ. അപ്പൊ ഇവിടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ ബൈബിളിൽ കാണുന്നത് പിന്നെയും പിന്നെയും ഈ ഹൃദയത്തിനെ പറ്റിയാ പറയുന്നത്. ജോയൽ പ്രവാചകൻ പുസ്തകം പറഞ്ഞു, റിട്ടേൺ ടു മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് തിരിച്ചു വരണം. കം ബാക്ക് വിത്ത് യുവർ ഹാർട്ട്. നമ്മൾ അതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നിപ്പം ലോകത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, എല്ലാം എക്സ്റ്റേണൽ. എനിക്കറിയാം ഒത്തിരി പേര് ധ്യാനം കൂടുന്നു, പ്രയർ ലൈനിൽ കൂടുന്ന ദൈവമക്കള് അവിടെ ഭവനത്തിൽ വരുമ്പം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അവർ കൂടുമ്പോൾ ഒക്കെ ദേ ആർ ടോട്ടലി ഡിഫറെന്റ് പീപ്പിൾ. അവരുടെ അരിശം, അവരുടെ സംസാര രീതി എല്ലാം. പ്രിയപ്പെട്ടവർ, ഇതല്ല കർത്താവ് ആവശ്യപ്പെടും. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്. അതാ പറയുന്നത്, റെന്റ് യുവർ ഹാർട്ട്സ് ആൻഡ് നോട്ട് യുവർ ക്ലോതിങ്. ഇതിലൊന്നും അല്ല കാര്യം. നമുക്ക് അടുത്ത വചനം നമുക്ക് കാണുമ്പം മത്തായിയുടെ സുവിശേഷം 22:37 പറയുന്നത്, യു ഷൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്. നമുക്കതൊന്ന് മലയാളത്തിൽ വായിക്കാം. അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. അതെ, അവിടെ ഇറ്റ്സ് വെരി സ്പെസിഫിക്. വിത്ത് ഓൾ യുവർ ഹാർട്ട്, ALL. And it's so specific, all your heart. Jesus did not say, try to love God with whatever you can. Illa. Purna hridayathoda, manasoda, purnam. That means 100%. പ്രിയപ്പെട്ടവർ, ഇത് പലപ്പോഴും നമ്മൾ ഇതിലെല്ലാം നമ്മൾ ഫെയിൽ ആകുന്നുണ്ട്. വി അലൗ ദ വേൾഡ്, ലോകത്തിന്റെ ഇത്, ശാത്താന്റെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരും. അവിടെയാണ് കർത്താവ് പറയുന്നത്, യു വിത്ത് ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, നത്തിങ് ഷുഡ് ബി ദേർ. Again we see the word heart, പൂർണ്ണ ഹൃദയം. കർത്താവ് പിന്നെയും പിന്നെയും നമ്മളെ കാണിച്ചു തരുന്ന ഇതിനെപ്പറ്റി ഒരു എക്സാമ്പിള് പഴയ നിയമത്തിൽ നമുക്ക് നോക്കാം. 1 സാമുവേൽ 16:7 നമുക്കറിയാം, കർത്താവ് പ്രവാചകൻ പറയുന്ന, പ്രവാചകൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക അടുത്ത രാജാവ്, ഇസ്രായേൽ രാജാവ്. അപ്പം എല്ലാരെയും നോക്കിയിട്ട് എല്ലാം മിടുക്കന്മാരെ എല്ലാം കണ്ടിട്ട് കർത്താവ് ഇതല്ല അതല്ല, അവനെ കാണാൻ നല്ല മിടുക്കനാണ്, അവൻ നല്ല ശക്തനാണ്, പൊക്കമുണ്ട്. He said, no, that's not a guy. പിന്നെ പറയുന്നുണ്ട്, the Lord looks on the heart. അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം ബ്രദറെ. 1 സാമുവേൽ 16:7. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ആമേൻ. അതെ, for the Lord does not see as mortals. നമ്മൾ മനുഷ്യർ കാണുന്നവണക്കല്ല, ഓ ആ ബ്രദറിനെ കാണുന്ന നല്ല മിടുക്കനോ എന്നാ കൃപ. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് കാണുന്ന ആ വ്യക്തിയുടെ ഉള്ള കാണുന്നത്. യു ക്യാൻ ബി എ പ്രീച്ചർ, യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, വലിയ അത്ഭുതങ്ങൾ ചെയ്യാം. പക്ഷെ അവിടെ എല്ലാം കർത്താവ് കാണുന്നത് നമ്മുടെ ഹൃദയം. നമുക്ക് വി ക്യാൻ ഡു എ ലോട്ട് ഓഫ് ആക്ടിങ്. അതല്ലേ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ എത്രയോ സ്ഥലത്ത് കർത്താവ് പറയുന്നുണ്ട്, woe to you Pharisees, woe to you. പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിപ്പോക്രിറ്റ്സ് എന്ന് അവർ വിളിച്ചു, ഹിപ്പോക്രിറ്റ്സ്. നമുക്കറിയാം പണ്ട് കാലത്ത് ഗ്രീസില് ഈ ആക്ട് ചെയ്യുന്നവർ, ഇന്നത്തെ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ആക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പോക്രിറ്റ്സ്. സോ ഇഫ് യു ഗോ ടു എ സിറ്റി ആൻഡ് സേ ഐ വാണ്ട് ടു മീറ്റ് മോഹൻലാൽ, അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഹീസ് നോൺ, ഓ ദാറ്റ് ഹിപ്പോക്രിറ്റ്, ഹീസ് സ്റ്റേയിങ് ദേർ എന്ന് പറയും, ഹിപ്പോക്രിറ്റ്. ഇന്ന് ഇന്ന് നമ്മുടെ ലോകത്തിൽ ഹിപ്പോക്രിറ്റ് ഇസ് യൂസ്ഡ് ഫോർ പീപ്പിൾ ഹു ആർ ഫാൾസ്. നമ്മൾ ചിരിക്കും, നമ്മൾ ഭക്തി കാണിക്കും, നമ്മളെല്ലാം ചെയ്യും, പക്ഷെ ഉള്ളിൽ ദുഷ്ടത, ഉള്ളിൽ പാപം, വിക്കറ്റ്നെസ്. ആൻഡ് ജീസസ് ഹേറ്റഡ് ഹിപ്പോക്രിറ്റ്സ്. അതിനാണ് പിന്നെയും നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്, പഴയ നിയമം മുതൽ ഇങ്ങോട്ട് കാണുന്നത്. കർത്താവ് സാമുവേലിനോട് പറയും, ദ ലോർഡ് ലുക്സ് ഓൺ ദ ഹാർട്ട്. ഹി ഡസന്റ് കെയർ ഫോർ ഷോ. ഇതൊന്നും വേണ്ട കർത്താവിന് നമ്മുടെ ഹൃദയമാ പ്രിയപ്പെട്ടവരെ ആവശ്യം. നമുക്കറിയാം ദാവീദിന്റെ ആ എക്സാമ്പിള്, പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തിട്ടും, യു സീ വെൻ ഹി റോട്ട് Psalm 51, see what he says. പ്രാർത്ഥന, പുള്ളിക്കാൻ മനസ്സ് മാറിയപ്പോൾ സംഗീതം 51 എഴുതിയപ്പം 6-ാമത്തെയും 10-ാമത്തെ വചനം പറയുന്നത്, യു ഡിസയർ ട്രൂത്ത് ഇൻ ഇൻവേർഡ് ബീയിങ്, therefore teach me wisdom in my secret heart. Verse 10 says, create in me a clean heart.
പ്രിയപ്പെട്ടവർ, ഇതാ കർത്താവ് ആവശ്യപ്പെടും. നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. യേശുവേ. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ആമേൻ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമക്കളായ നമ്മൾ ഇന്നിപ്പോ നമുക്ക് ഏറ്റവും നമ്മൾ എന്തോ ഒരു ഭാഗ്യവന്മാരാ. നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലായിരുന്നു. ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഫൈറ്റ് സിൻ. ദി എനമീസ് അറ്റ് ദാറ്റ് ടൈം വർ ദ ഫിസിക്കൽ എനമീസ്. ഇന്ന് ദൈവമക്കൾ കർത്താവ് ഈശോ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ വലിയ ദാനം തന്നിട്ടുണ്ട്. കാരണം നമുക്ക് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ശാത്താനെ തോൽപ്പിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഒരു ഇത് മറന്നു പോവുക. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. വി ഹാവ് ദ പവർ, ദ ഡൈനമൈറ്റ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ പാപത്തിൽ വീഴുന്നു. പ്രിയപ്പെട്ടവർ, ദിസ് ഇസ് സോ സാഡ്. നമ്മൾ ലോകത്തിന്റെ ഒരു ഫിലോസഫിയാ, ഇറ്റ്സ് ഓക്കെ, എല്ലാം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കൂൾ. അമേരിക്കയിൽ പറയുന്ന ഇറ്റ്സ് കൂൾ മാൻ, ഇറ്റ്സ് ഓക്കെ, എല്ലാം ഓക്കെയാ. ടു ലിവ് എ ലൈഫ് വിച്ച് യു വാണ്ട്, ദാറ്റ്സ് ദ വേൾഡ്, ദാറ്റ്സ് കൂൾ. God will forgive you. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോവാണ് നമ്മുടെ ഹൃദയം ആ കർത്താവ് പരിശോധിക്കുന്നത്. He wants us in the heart to be given to him 100%. That's the main key. ഈ നോയമ്പാൽ നമുക്ക് ഇതാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങൾ. If you do 99.99% of your heart, if you give it to the Lord, it's not enough. കർത്താവ് പറയുന്നത്, give me all your heart, പൂർണ്ണ ഹൃദയം. Not even a 0.001, nothing. He will not tolerate that also. He says, give all your heart. I want all your heart. പൂർണ്ണ ഹൃദയം. പ്രിയപ്പെട്ട, നമുക്ക് അടുത്ത വചനം നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 15, 18, 19 വചനങ്ങൾ പറയുന്നത്, but what comes out of the mouth proceeds from the heart. For out of the heart come evil intentions, murder, adultery. ഇതറിയാം നമുക്ക്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം ഫൗണ്ടേഷൻ, ഇതെല്ലാം വരുന്നത്. നമുക്കറിയാം. നമുക്കൊന്ന് വായിക്കാം, മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം, ആത്മീയ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സ്. ഇവിടെയാണ് ഈ യുദ്ധം നടക്കുന്നത്. നമ്മൾ അതിനാണ് കർത്താവ് പറയുന്നത്, ഐ വാണ്ട് യുവർ ഹാർട്ട്. റെൻഡ് യുവർ ഹാർട്ട്, നോട്ട് യുവർ ക്ലോത്ത്സ്. റിട്ടേൺ ടു മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. പിന്നെയും പിന്നെയും ഈ നോയമ്പ് കാലത്ത് നമ്മൾ അതാ കർത്താവിൻ്റെ പ്രാർത്ഥിക്കേണ്ട ഈ സംഗതി. കർത്താവെ, ഓരോ നോയമ്പ് കാലം വരുന്നു, എല്ലാ വർഷവും നമുക്ക് നോയമ്പ് വരുന്നു, പോകുന്നു. ഈസ്റ്റർ വരുന്നു, പെന്തക്കോസ്റ്റ് വരുന്നു, ക്രിസ്മസ് വരുന്നു, ഇതെല്ലാം വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. പക്ഷെ ഇന്നും നമ്മുടെ അവസ്ഥ എവിടെയാ? വേർ ഡു ഐ സ്റ്റാൻഡ്? എന്റെ ഹൃദയം, കർത്താവ് അതാ ആവശ്യപ്പെടുന്നത്. കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം, ദാറ്റ് ഇസ് വാട്ട് ഇസ് നീഡഡ്. നമ്മുടെ സംസാര രീതികളും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്തകളൊക്കെ എവിടുന്നാ വരുന്നത്? ഇതെല്ലാം ഇപ്പം നമ്മൾ കണ്ട വചനം, മത്തായിയുടെ സുവിശേഷം വായിച്ചത്, ഇറ്റ്സ് ഔട്ട് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയം, മനസ്സിനാണ് ഇതെല്ലാം വരുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു വചനം നമുക്ക് നോക്കാം. ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 23:28. So you also on the outside look righteous to others, but inside you are full of hypocrisy and lawlessness. അന്നത്തെ സ്പിരിച്വൽ ലീഡേഴ്സ് ഫാരിസീസിനോട് പറഞ്ഞ, നമുക്കത് മലയാളത്തിൽ വായിക്കാം. മത്തായി 23:28. അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരെ കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ഒന്നുകൂടെ വായിക്കാം ബ്രദറെ, ഒന്നുകൂടെ. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അത് പ്രിയപ്പെട്ട, നമ്മളെല്ലാം we are guilty so many times of these things. On the outside we look holy and gentle. We've all been there, നമ്മളെല്ലാവരും. പക്ഷെ പ്രിയപ്പെട്ട, നമ്മൾ പിന്നെയും കർത്താവ് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് he doesn't want that. കർത്താവ് ആവശ്യപ്പെടും ഓരോ ദൈവമക്കള്, ഓരോ ദൈവമകനും മകളും നമ്മുടെ ഉള്ള്. ഇവിടെ ഈശോ പറയുന്നതാണ്, യു ലുക്ക് ഓൺ ദി ഔട്ട്സൈഡ്, യു ലുക്ക് റൈറ്റിയസ് ടു അതേഴ്സ്. എല്ലാവരുടെ മുമ്പിൽ ഐ ക്യാൻ ബി എ ഹോളി പേഴ്സൺ. അതല്ല ആവശ്യം. കർത്താവ് പറയുന്നത്, ബട്ട് ഇൻസൈഡ് യു ആർ ഫുൾ ഓഫ് ഹിപ്പോക്രസി ആൻഡ് ലോലെസ്നെസ്.
പ്രിയപ്പെട്ട, വാട്ട് ഇസ് യൂസ്? നമ്മൾ ഈ സൂം മീറ്റിങ്ങിനും ഈ വചന ധ്യാനങ്ങളും ഇതെല്ലാം കൂടിയിട്ടും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദ യൂസ്? നമ്മുടെ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. കർത്താവ് കാണുന്ന ദൈവമാണ്. ഇതിനെപ്പറ്റി നമ്മൾ കാണാം. അടുത്ത വചനം എടുക്കുമ്പം നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. അന്നത്തെ ഫരിസേയന്മാര് ഈശോ കളിയാക്കിയ സമയത്ത്, സൗഖ്യം കൊടുക്കുന്ന സമയത്ത് ഈശോ അവർ ചിന്തിക്കുന്ന എല്ലാം കണ്ടു. ഇവിടെ വചനം പറയുന്നു, ബട്ട് ജീസസ് പെർസീവിംഗ് ദ തോട്ട്സ് said, why do you think evil in your hearts? അവരൊന്നും മിണ്ടിയില്ല. പക്ഷേ കർത്താവിന് അത് കാണിക്കാൻ സാധിച്ചു. നമ്മുടെ ദൈവം ഇതെല്ലാം കാണുന്നു. നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. മത്തായി 9:4. ഹല്ലേലൂയ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഒന്നുകൂടെ വായിക്കാം ബ്രദറെ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? അതെ, അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ജീസസ് പെർസീവിംഗ് ദ തോട്ട്സ്. ഇത് അറിഞ്ഞുകൊണ്ട് കർത്താവിനെ കാണാം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്, നമ്മുടെ ഹൃദയം കാണുന്നത് ദൈവമാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ. നമ്മള് ആത്മാവിന്റെ ആലയമാണ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. പൗലോസ് വ്യക്തമായിട്ട് പറയും, നമുക്കറിയാം, വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. കർത്താവ് പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, ഇഫ് you are holy, you have to be holy in all your conduct. എൻ്റെ സംസാരം, എൻ്റെ ചിന്ത, എൻ്റെ പെരുമാറ്റം, ഇതിലെല്ലാം വിശുദ്ധിയിൽ വേണം ജീവിക്കാൻ. അപ്പം അവിടെ പറയുന്നത് ബി ഹോളി, യു ഹാവ് ടു ബി ഹോളി. അതിനകത്ത് ട്രൈ ടു ബി ഹോളി എന്ന് പറയുന്നില്ല എങ്ങും. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മൾ എല്ലാം ഇറ്റ്സ് ഓൾ വാട്ടർ ഡൗൺ. വചനം അങ്ങോട്ട് എല്ലാം കോംപ്രമൈസാ. ശ്രമിക്ക് ബ്രദറെ, ശ്രമിക്ക്. നോ, നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ദൈവം, ആ ശക്തിയുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് ഈ നോയമ്പ് കാലത്ത് ഇതിന് വേണ്ടിയിട്ടാണ് സഭ തന്നിരിക്കുന്ന ഈ സമയം. നമ്മുടെ നമ്മൾ അറിയാത്ത രീതിയിൽ ഏതെങ്കിലും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, ഈവൻ പണ്ടൊക്കെ ഞാൻ വചനത്തിലൊക്കെ വരുന്ന മുമ്പ്, ഈവൻ വെൻ ഐ വാസ് വർക്കിംഗ് വിത്ത് മദർ തെരേസ, ആ സമയത്തും ഒക്കെ നല്ല പുറത്ത് നല്ലവനായിട്ട്, എല്ലാവരും ഞങ്ങളുടെ ഏരിയയിലൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. മദർ തെരേസയൊക്കെ വലിയ സ്നേഹം. പക്ഷേ എൻ്റെ ഭവനത്തിൽ തിരിച്ചു വരുമ്പോൾ ഞാനൊരു വേറൊരു വ്യക്തിയായിട്ട് മാറുക. അരിശം, ദേഷ്യം, കോപം, ടെമ്പർ, അപ്പനോടും അമ്മോടൊക്കെ ഇൻസൾട്ട് ചെയ്തുള്ള വർത്താനം, ഇൻസൾട്ടിങ് മൈ വൈഫ് ആൻഡ് ഇൻസൾട്ടിങ് മൈ കിഡ്സ്. പിള്ളേരെ എല്ലാവരുടെയും മുമ്പിൽ വഴക്ക് പറയുന്നു. എൻ്റെ ജോലിക്കാരുടെ അവരെ തെറി പറയുന്നു. ഇറ്റ് വാസ് മൈ ഹാബിറ്റ്. പക്ഷേ പുറത്ത് വരുമ്പം നല്ല വ്യക്തി. എത്രയോ പ്രാവശ്യം ഞാൻ മദർ തെരേസയുടെ എനിക്ക് പോയി പറഞ്ഞു, മദർ, ഐ ഹാവ് ദിസ് ആങ്കർ പ്രോബ്ലം. എനിക്ക് 18, 19, 20 ആ സമയത്തൊക്കെ മദറിന്റെ കൂടെ സേവനം ചെയ്യുന്ന സമയത്ത് വണ്ടിയെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പറയും, മദർ, യു ഗോട്ട് ടു പ്രേ ഫോർ മീ, ഐ ഹാവ് ദിസ് ആങ്കർ പ്രോബ്ലം. അപ്പൊ മദർ സോ ഇന്നസെന്റ്, എന്നെ കാണുമ്പോൾ നല്ല, ഹി സെഡ്, നോ, യു ആർ എ ഗുഡ് ബോയ്. ഷീ ഡിഡ് നോട്ട് സീ ദ ഈവിൽ വിച്ച് വാസ് ഇൻസൈഡ് മീ, ദി ആങ്കർ. ഇറ്റ് വാസ് ഓൾ ആക്ടിങ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വചനം വന്നപ്പം ആണ് മാറ്റങ്ങൾ വന്നത്. വചനം വന്നപ്പോഴാണ് മാറ്റം വന്നത്. അപ്പോഴാണ് അറിയുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയും വചനത്തിന്റെ ശക്തിയും കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണെന്നും വിശുദ്ധി, എല്ലാവരും നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്ത എല്ലാം, ദാറ്റ് ഈസ് ആ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ദൈവം കാണുന്നു ഓരോ നിമിഷം. വി കനോട്ട് ഹൈഡ്. പ്രിയപ്പെട്ട, നമുക്ക് മത്തായിയുടെ സുവിശേഷം ഈ 15-ലെ 8-ാമത്തെ ഒരു വചനം നിങ്ങൾക്ക് അറിയാവുന്ന വചനം, ദീസ് പീപ്പിൾ ഓണേഴ്സ് മീ വിത്ത് ദ ലിപ്സ് ബട്ട് ദ ഹാർട്ട്സ് ആർ ഫാർ അവേ ഫ്രം മീ. നമുക്കൊന്ന് വായിക്കാൻ മലയാളത്തത്. ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. വളരെ അകലെയാണ്. പ്രിയപ്പെട്ട, ഇന്ന് അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ബൈബിൾ വായന, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്നു, കുർബാന കാണുന്നു, അല്ലെങ്കിൽ സൂം ലൈനിൽ കുർബാന കാണുന്നു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ വചനം കേൾക്കുന്നു, നമ്മളെല്ലാം ഹല്ലേലൂയ സ്തുതിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും അലറിക്കൊണ്ട് കാറിക്കൊണ്ട് എല്ലാം പറയുന്നുണ്ട്, ഈ തമാശ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നത്. ഡസ് ഹി സേ ദിസ് ടു us? അവർ അവിടെ അധരം കൊണ്ട് മാത്രം അവർ എന്നെ സ്തുതിക്കുന്നു. അവർ അധരം കൊണ്ട് മാത്രം പറയുന്നു, കർത്താവെ ഞങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷെ അവിടെ ഹൃദയം എന്നിൽ ദൂരെയാണ്.
പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമുക്ക് കർത്താവിന്റെ ആ ബ്ലെസ്സിങ്സ് കിട്ടാത്ത കാരണങ്ങൾ ഇതൊക്കെയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പണം ഇല്ലെങ്കിൽ വി ആർ ബ്ലോക്കിംഗ് ദ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ഈ സ്തുതിപ്പും ഇതൊക്കെ വ്രതമാണ്. ഇറ്റ്സ് ഓൾ യൂസ്ലെസ് എന്നാണ് കർത്താവ് പറയുന്നത്. ഇൻ വെയിൻ ഡു ദേ വർഷിപ്പ് യു. ഹി വാണ്ട്സ് എ ഹാർട്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾ ഇവിടെ when we tell our youngsters, ഞങ്ങൾ ഓരോ പ്രാർത്ഥിക്കും, ഓരോ വചനം വെച്ചിട്ട് ഞാൻ പറയും പിക്ചറൈസ്. ഐ ടീച്ച് them how to do it. ഓരോ വാക്ക്, ഓരോ വചനം അത് പിക്ചറൈസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയും. ഈവൻ കത്തോലിക്കരുടെ ഇടയ്ക്ക് നമുക്ക് കൊന്ത, റോസറി, പിള്ളേർക്കെല്ലാം ഇറ്റ്സ് ബോറിങ്. എല്ലാ ചെറുപ്പക്കാർക്കും they don't like it. പക്ഷേ സ്ക്രിപ്ചറൽ റോസറി എന്ന് പറഞ്ഞ സംഗതി തുടങ്ങി. ഓരോ ഹെയിൽ മേരിക്ക് മുമ്പ് ഒരു വചനം അത് വായിക്കുമ്പം പിള്ളേർ പറയും, അങ്കിൾ നൗ ഇറ്റ്സ് ബിക്കമിങ് മീനിങ് ഫുൾ. നൗ വി ആർ ഏബിൾ ടു ഫോക്കസ് ഓൺ അവർ പ്രേയർ. ചുമ്മാ നമ്മൾ ഈ 5 കൊന്ത 10 കൊന്ത ഇങ്ങനെ എത്തിച്ചിട്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ബൈബിൾ വായിക്കുന്നു, ഈ തത്തയ്ക്കും വായിക്കാം, തത്തയ്ക്കും പറയാം. the parrot also can repeat, right? No, God doesn't want us. നമ്മൾ ഒരു വചനം, ഞാൻ പറയും, നിങ്ങൾ ഒരു വചനം ഒരു ദിവസം വായിക്കുവാണെങ്കിൽ തന്നെയും ആ വചനം ഭക്തിയോടെ and with full understanding, focusing on that word, every word, അത് വെച്ച് വരുമ്പം നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തുതിക്കുമ്പോൾ അവിടെയാണ് കർത്താവിനെ പ്രീതിപ്പെടുന്നത്. ഹി ഈസ് പ്ലീസ്ഡ് വിത്ത് ദാറ്റ്. പ്രിയപ്പെട്ടവർ, ഇതിലാണ് നമ്മൾ ഈ നോയമ്പ്, ഇതാ ആവശ്യം. നോയമ്പ് എന്ന് വെച്ചാൽ ചുമ്മാ നമ്മൾ ഈ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഇത് അല്ലെങ്കിൽ ഈ കാര്യം സാധിക്കാനും അതിനു വേണ്ടിയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ആ സമയങ്ങളൊക്കെ മാറി നമുക്ക് ഒരു പുതിയ ഒരു ചൈതന്യം, പുതിയ ഒരു രീതിയിലുള്ള ആ ഹൃദയത്തെ പൂർണ്ണ ഹൃദയമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും നന്ദി പറയാനും ബൈബിൾ വായിക്കാനും എല്ലാം വിത്ത് ദ ഹാർട്ട്, വിത്ത് ഓൾ മൈ ഹാർട്ട്. അടുത്തൊരു വചനം നമുക്ക് കാണാം, 32 സംഗീതം 32 രണ്ടാമത്തെ വചനം. ഹാപ്പി ഇസ് ദ വൺ ഹൂം ദ ലോർഡ് ഡസ് നോട്ട് അക്യൂസ് ഓഫ് ഡൂയിങ് റോങ് ആൻഡ് ഹൂ ഇസ് ഫ്രീ ഫ്രം ഓൾ ഡിസീറ്റ്. അത് മലയാളത്തിൽ നമുക്ക് വായിക്കാം. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ. അതെ, ഭാഗ്യവാൻ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പറയുന്നത്. കർത്താവിന്റെ ആ വ്യക്തിക്കാണ് സ്നേഹം, സന്തോഷം, ആനന്ദം, ഹാപ്പി. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം വന്നപ്പോൾ, ആത്മാവിന്റെ അഭിഷേകം വന്നപ്പോൾ, അതിനൊക്കെ മാറ്റം വന്നപ്പോൾ ആ നമ്മുടെ ലൈഫ് അങ്ങ് മാറിപ്പോവാ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വചനം വരുകയും നമ്മൾ കർത്താവിന് പൂർണ്ണമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സന്തോഷം, ആനന്ദം, നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതം, ഇതിലെല്ലാം മാറ്റം വരും. കാരണം കർത്താവ് പറയുന്നുണ്ട്, happy is the one whom the Lord does not accuse of doing wrong and who is free from all deceit. ഈ അഭ്യാസം, കർത്താവിന്റെ എല്ലാം ഈ ആക്ടിങ് ഇല്ലാത്തൊരു വ്യക്തി, കർത്താവ് അതാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം വേറൊരു വചനം നമുക്ക് എടുക്കാം. മത്തായി സുവിശേഷം 5:8 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. Blessed are the pure in heart, for they will see God. നിഷ്കളങ്കായ ഒരു മനസ്സുള്ളപ്പം നമുക്ക് കർത്താവിനെ കാണിക്കും. മലയാളത്തിൽ വായിക്കാം ആദ്യം. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. There's no doubt. ഹൃദയശുദ്ധി, ഞങ്ങളുടെ റിട്രീറ്റ് ഞങ്ങൾ ഹൃദയശുദ്ധി പിന്നെ ഉദ്ദേശശുദ്ധി അതിനെപ്പറ്റിയും ടോക്ക് കൊടുക്കും. ഇന്നത്തെ ലോകം നമ്മൾ കാണുന്നുണ്ട് ചുറ്റിലും. നമ്മുടെ ഓൺ പ്രേയർ ഗ്രൂപ്പ്സിലായിരിക്കും, നമ്മുടെ സഭയിലായിരിക്കും, എല്ലാം ഹൃദയശുദ്ധി ആവശ്യം പ്രിയപ്പെട്ടവർ. യു ഷുഡ് ബി ട്രാൻസ്പെറന്റ്, നോ ആക്ടിങ്. നമ്മൾ തുറന്ന് എല്ലാം നമ്മുടെ ജീവിതം ഒരു ഓപ്പൺ മിറർ ആയിരിക്കണം, ഓപ്പൺ ബുക്ക്. ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്. അങ്ങനത്തെ വ്യക്തികളാണ് കർത്താവിനെ ദർശിക്കാൻ സാധിക്കുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ട് ബിഫോർ ഐ ഗ്രൂ സ്പിരിച്വലി പ്രിയപ്പെട്ടവരെ, ഇതില്ല, I was not pure in heart. Maybe I give you, I was 90% of my heart was for the Lord, 10% for other things. അപ്പൊ ഞാൻ അനുഭവിച്ചു, I saw that എന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പിലൊക്കെ എനിക്ക് ആ ഒരു ആനന്ദം വരുന്നില്ല, ആ കൃപ വരുന്നില്ല, കൃപ ഒഴുകുന്നില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത്, നമ്മൾ തിരക്തം കൊണ്ട് കുളിച്ച് നമ്മളെല്ലാം അശുദ്ധമായിട്ടെല്ലാം ഉള്ളത് മാറ്റി നമ്മൾ കർത്താവ്, അപ്പോഴാണ് കർത്താവിന്റെ ആ പ്രസൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ എല്ലാ വി ക്യാൻ ഓൾവേസ് സീ ദ ലോർഡ്. പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും പറയും വൈഫൈ വേണം നമുക്ക്. ഇന്ന് നമുക്കറിയാം 5G വന്നിട്ടുണ്ട് ഇപ്പം ലോകത്തില്, 5G ഇന്റർനെറ്റ് വൈഫൈ. ഞാൻ പറയും എപ്പോഴും നമ്മൾ ദൈവമക്കളായ നമുക്ക്
നമുക്ക് കർത്താവിന്റെ വൈഫൈ വേണ്ടത്. ഇറ്റ്സ് 1000G, നോട്ട് 5G. ആ കൃപ വരുമ്പം മനസ്സ് നമ്മുടെ ക്ലിയർ ആകുമ്പം, പ്യൂർ ഇൻ ഹാർട്ട് ആകുമ്പം, പ്രിയപ്പെട്ടവർ, വി ക്യാൻ സീ ഗോഡ്. നമ്മുടെ കണക്ഷൻ വിത്ത് ദ ത്രോൺ, കർത്താവിന്റെ സിംഹാസനമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എല്ലാ സമയത്തും ഉണ്ടാകണം. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കും, ബട്ട് യു നോ മൈ മനസ്സ്, എന്റെ മനസ്സ്, ഇറ്റ്സ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ്. ഹെബ്രായരുടെ ലേഖനം 4:16 മുമ്പിൽ ആ പിക്ചറാണ് എൻ്റെ മനസ്സിൽ. അതിലോട്ടാണ് നമ്മൾ വരേണ്ടത്. അത് വരണമെങ്കിൽ നമുക്ക് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് തമ്പുരാൻ നമ്മളെ സഹായിക്കും. ആ കണക്ഷൻ നമ്മളെ കുളിക്കുന്ന സമയത്ത്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തോ, ജോലി ചെയ്യുന്ന സമയത്തോ, വേറെവർ, ആ സമയത്ത് ഈ വൈഫൈ, കർത്താവിന്റെ വൈഫൈ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ സമയത്തും വി ആർ കണക്റ്റഡ് വിത്ത് ദ ത്രോൺ ഓഫ് ഗോഡ്. നമ്മുടെ ഹൃദയത്തിലോട്ട് കർത്താവിന്റെ പ്രസൻസ് വരുമ്പം നമുക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. വി കനോട്ട് ബി ഹിപ്പോക്രിറ്റ്സ്. നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കും, ഉദ്ദേശശുദ്ധിയും ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ സംസാരവും എല്ലാം പ്യുവർ ആൻഡ് ഓപ്പൺ. ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഈ മാറ്റമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം പ്രിയപ്പെട്ടവരെ. അടുത്തൊരു വചനം കൂടെ എടുക്കാം. ഒരു ബൈബിൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഉദാഹരണം, ഈശോ സർട്ടിഫിക്കറ്റ് എടുത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 1:47. Nathanael. When Jesus saw Nathanael coming towards him, he said of him, "Here is truly an Israelite in whom there is no deceit." There's no ഒരു അഭ്യാസം, ഹൃദയശുദ്ധി ഉള്ള ഒരു വ്യക്തി തേ വരുന്നു. ഈശോ പറഞ്ഞ നഥാനിയേലിനെ പറ്റി നമുക്കൊന്ന് മലയാളത്തിൽ വായിക്കാം. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. യെസ്, ഇൻ ഹൂം ദർ ഇസ് നോ ഡിസീറ്റ്. പ്രിയപ്പെട്ടവർ, നമ്മളെ കാണുമ്പം, സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ഓരോ ദൈവമക്കളെ കാണുമ്പം, ക്യാൻ യു സേ ദാറ്റ് എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകള് ഹൃദയശുദ്ധിയുള്ള ഒരു കുഞ്ഞാണ്. ഐ എം ഹാപ്പി, ഐ എം വെൽ പ്ലീസ് വിത്ത് ദാറ്റ് സൺ, വിത്ത് ദാറ്റ് ഡോട്ടർ. നമുക്കത് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അതാ നമ്മൾ, വി ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. ഈ നോയമ്പ് അതാ നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിൽ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്കൊന്ന് വായിക്കാം. നിയമാവർത്തനം Deuteronomy chapter 5 verse 29 പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന, if only they had such a heart in them to fear me and keep all my commandments always, so that it would go well with them and with their sons forever. അവർക്ക് മാത്രമല്ല, അവർക്ക് മക്കളും മക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഐശ്വര്യം, ആ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഉള്ള ഒരു ബ്ലെസ്സിങ് ആയി കാണുന്നത്. നമുക്കത് മലയാളത്തിൽ വായിക്കാം. ഹല്ലേലൂയ. യേശുവേ, എന്നും എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്ക് അവരുടെ സന്തതികൾക്ക് എന്നേക്കും നന്മ ഉണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധയുള്ള ഒരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ. if only they had such a heart. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ നമ്മളെല്ലാവരും we come and pray. Yes, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, അത് വേണം, ഞങ്ങളുടെ കുടുംബത്തിൽ തടസ്സങ്ങളുണ്ട്. യെസ്, ഗുഡ്. ആദ്യമായിട്ട് ഞാൻ പറയുന്ന സംഗതി ഇതാണ്, നിങ്ങൾ കുംസാരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ലോകത്തിന്റെ ആയിട്ട് എന്തിനേലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറണം. യു ഹാവ് ടു ഗിവ് യുവർ ഹാർട്ട് ടോട്ടലി, പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചാൽ നിങ്ങളുടെ പൈപ്പ് ലൈൻ തുറക്കും. കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമുക്ക് എല്ലാ കൃപ ഒഴുകി വരും. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഹ്യൂസ്റ്റണിൽ ഞങ്ങൾക്ക് വലിയ സ്നോ സ്റ്റോം, ഒരിക്കലും സംഭവിക്കാത്ത ഒരു സ്നോ സ്റ്റോം ആയിരുന്നു. ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു, ഐസ്. കറണ്ടും പോയി, വെള്ളം ഇല്ലാതെ വന്നു. വെള്ളം വരുന്ന ചെറിയ രീതിയിൽ ട്രിക്കിൾ. അപ്പൊ ഞാൻ ഓർത്തു, കൽക്കട്ടയിൽ എൻ്റെ ജീവിത സമയത്ത് അവിടെ പാവങ്ങളുടെ ഇടയ്ക്ക് ജോലി ചെയ്യുമ്പം അവിടെയൊക്കെ വെള്ളം ഒരു ദിവസം ഞങ്ങൾക്ക് 1 മണിക്കൂറൊക്കെയാണ് ചില സ്ഥലത്ത് കിട്ടുന്നത്. എൻ്റെ എല്ലാം വലിയ ലൈൻ, എൻ്റെ പൈപ്പിൽ വരുന്ന വെള്ളം ഇങ്ങനെ കുഞ്ഞ് ജസ്റ്റ് ട്രിക്കിൾ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കർത്താവ് തരുന്നുണ്ട്, പക്ഷെ കർത്താവ് അയക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടാങ്ക്, the heart, the entrance to the heart is blocked because of all the things of the world. പാപം മൂലം അല്ലെങ്കിൽ ലോകത്തിന് എന്നയിലുണ്ടെങ്കിൽ അതും കൊണ്ട് നമ്മുടെ ഇത് തടസ്സപ്പെടുത്തുക. ഇറ്റ്സ് ബ്ലോക്കിംഗ് ദ ബ്ലെസ്സിങ്സ്, മൈ ഡിയർ ലവ്ഡ് വൺസ്. നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് കർത്താൻ തിരക്കൊണ്ട് കഴുകി അങ്ങനെ വരുമ്പോൾ എല്ലാ ബ്ലോക്ക് മാറുമ്പം, when you give a whole heart 100% കൊടുക്കുമ്പം it will come. കർത്താവിന്റെ ബ്ലെസ്സിങ്സ് ഒഴുകി വരും. അപ്പോഴാണ് നമുക്ക് കുടുംബത്തിലെ ഐശ്വര്യം. ഇവിടെ പറയുന്നത്, so that it would go well with them and with their sons forever.
നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കളെ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം ഒരു ചെറിയൊരു മേ ബി വൺ ഓഫ് ദ റീസൺസ് ഇസ് ബിക്കോസ് വി ആർ നോട്ട് ക്ലീൻ. പേരൻസ് വി ഹാവ് ടു ചെക്ക്. നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ചെക്ക് ചെയ്യുക. എൻ്റെ ജീവിതം, ഭാര്യ ഭർത്താവ്, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ബ്ലെസ്സിങ്സ് വേണോ? പ്രിയപ്പെട്ടവരെ, വി ചെക്ക് എ ഹാർട്ട്. നമ്മൾ BP കൂടുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വേണ്ടി എല്ലാം നമ്മൾ ഡോക്ടറേക്ക് പോകുന്നു. പക്ഷേ കർത്താവിന്റെ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ അത് ചിന്തിക്കുന്നേ ഇല്ല. നമുക്കറിയാം, ക്യാൻസർ ഉള്ള ഒരു വ്യക്തി മരിച്ചാൽ നരകത്തിൽ പോകുന്നു എഴുതിയിട്ടില്ല എവിടെയെങ്കിലും. ഹി വിൽ ഗോ, ഇഫ് ഹി ലിവ്ഡ് എ ഗുഡ് ലൈഫ് ഹി വിൽ ഗോ ടു ഹെവൻ. ബട്ട് എ പേഴ്സൺ വിത്ത് ദ ക്യാൻസർ ഓഫ് ദ സോൾ, നമ്മുടെ ആത്മാവിന് ക്യാൻസർ ചെറിയ രീതിയിൽ ഉണ്ടെങ്കിൽ സ്വർഗം പ്രാപിക്കത്തില്ല. വി വിൽ നെവർ എൻറ്റർ ഹെവൻ. നമ്മൾ അതിന് കൂടുതൽ പ്രധാന സ്ഥാനം കൊടുക്കണം. ടു മേക്ക് ഷുവർ ദാറ്റ് അവർ ഹാർട്ട് ഇസ് ക്ലീൻ, ദർ ഇസ് നോ ബ്ലോക്കേജ്. നമ്മളിന്ന് കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് ദ സ്പിരിച്വൽ കൊളസ്ട്രോൾ? പ്രിയപ്പെട്ടവർ, ഇതില്ല. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം മാറ്റം വരും. നമുക്ക് ഐശ്വര്യം കർത്താവിന്റെ ഒഴുകി വരും. പ്രിയപ്പെട്ടവർ, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അടുത്ത ഒരു വചനം കൂടെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:15. You have already been cleansed by the word that I have given to you. അത് മലയാളത്തിൽ വായിക്കാം. യേശുവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവർ ആയിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും എൻ്റെ റിട്രീറ്റിൽ എൻ്റെ മെയിൻ തീം വചനം, വചനം, വചനം. എസ്പെഷ്യലി നമ്മുടെ കത്തോലിക്ക സഭയിൽ ഈ ഈയിടെ വചനങ്ങളൊക്കെ ഈ ധ്യാനങ്ങളൊക്കെ വന്നപ്പോഴാണ് വചനത്തിലോട്ട് നമ്മൾ തിരിയുന്നത്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഒരു റിച്വൽസ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, വചനം വരുമ്പം നമുക്ക് മാറ്റം വന്നിരിക്കും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ദർ ഇസ് നോ ടു വേസ് അബൌട്ട് ഇറ്റ്. നമ്മുടെ വചനം, അത് നമ്മൾ എത്ര വചനം വായിക്കുന്നു, എത്ര നമ്മൾ ശ്രമിക്കുന്നു, ഇപ്പൊ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രേയർ ലൈൻ, ഐ പ്രേ ദാറ്റ് ദ ലോർഡ് ഈസ് ക്ലെൻസിങ് ഓൾ ഓഫ് us. We are being cleansed by the word of God. കർത്താവിന്റെ വചനത്താൽ നമുക്ക് we are getting purified. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ അല്ലാത്തത്, അത് ഈ നിമിഷം മാറും. വചനം, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ചുമ്മാ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ടല്ല, ഓരോ വചനം മീനിങ് ഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിന് അനുഗ്രഹം കിട്ടും. We will be washed by the blood of Jesus, by the word of the living God. ഒരു വചനം കൂടെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:31-32. നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. Then Jesus said to the Jews who had believed in him, if you continue in my word, നിങ്ങൾ എന്റെ വചനം വായിച്ചാൽ പോരാ, we have to continue day by day. ആഴത്തിൽ ഇറങ്ങണം. Then we are his disciples and you will know the truth. സത്യം നിങ്ങൾ മനസ്സിലാവും. And the truth will make you free. നമ്മുടെ എല്ലാ പാപത്തെയും, നമ്മുടെ എല്ലാം ഹാബിറ്റ്സ്, അശുദ്ധമായിട്ടുള്ള എല്ലാ, so many people in the prayer groups, even preachers, അച്ഛന്മാരൊക്കെ, they confess that we are stuck with a lot of things of the world. Pornography especially. നമ്മുടെ ദേഷ്യം, നമ്മുടെ അരിശം, കോപം, മറ്റവരെ പറ്റിയുള്ള ദോഷം പറച്ചിൽ, ഇതെല്ലാം മാറണമെങ്കിൽ ഒരൊറ്റ മരുന്നയോളും. പ്രിയപ്പെട്ടവരെ, വചനം. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഒന്നല്ല, എല്ലാ ദിവസവും എപ്പം സൗകര്യം കിട്ടുന്നോ വചനത്തിൽ നമ്മൾ ആഴത്തിൽ ഇറങ്ങുമ്പോൾ അത്ഭുതം നടന്നിരിക്കും. നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. യേശുവേ, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കുകയും ചെയ്യും. അതെ പ്രിയപ്പെട്ടവർ, നമ്മള് ഇന്ന് കേട്ട ഈ നോയമ്പ് കാലത്തെ ഈ സമയത്ത് നമ്മൾ ഈ കേട്ട വചനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്, ജോയൽ പ്രവാചകൻ നമ്മൾ ആദ്യം കേട്ട വചനം, റെന്റ് യുവർ ഹാർട്ട് ആൻഡ് നോട്ട് യുവർ ക്ലോത്ത്സ്. നമ്മൾ ഈ നോയമ്പും ഇറച്ചി മീനും മുട്ടയൊക്കെ ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കർത്താവ് ആവശ്യപ്പെടും നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം നമ്മൾ ഇന്ന് പരിശോധിച്ച് ഈ നോയമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. കർത്താവേ, ഗിവ് മീ എ ക്ലീൻ ഹാർട്ട്. ദാവീദ് പ്രാർത്ഥന, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ലോർഡ്, ദാറ്റ്സ് ഓൾ ഐ വാണ്ട്. നമ്മുടെ ദൈവത്തിന് മുമ്പിൽ, നമുക്ക് സിംഹാസനം മുമ്പിൽ അടുത്ത ഈ വചനം ഒന്ന് വായിക്കാം. കർത്താവിനോട് തന്നെ പറയാം. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. സാം 139, സംഗീതം 139, 23, 24 പറയുന്നത്, search me O God and know my heart, test me and know my thoughts, see if there is any wicked way in me and lead me in the way everlasting. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഒന്ന് വായിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ.
Yes, see if there's any wicked way in me. എന്നതേലും ഉണ്ടെങ്കിൽ കർത്താവെ കാണിച്ചു തരണമേ, കാണിച്ചു തരണമേ. പരിശുദ്ധാത്മാവ് വഴി നമുക്ക് എല്ലാം കാണിച്ചു തരും. നമ്മുടെ എല്ലാ കുറവുകളും, നമ്മുടെ സംസാര രീതിയും, നമ്മുടെ പെരുമാറ്റവും ചിന്തകളെല്ലാം എൻ്റെ ഈശോയെ ഈ നോയമ്പ് കാലത്ത് ഷോ മീ ആൻഡ് ഹെൽപ്പ് മീ ടു ഗിവ് മീ എ പ്യൂർ ആൻഡ് എ ക്ലീൻ ഹാർട്ട്. പ്രിയപ്പെട്ട, നമ്മൾ അടുത്ത അവസാന ഗാനം പാടുന്ന മുമ്പ് ഐ റിക്വസ്റ്റ് ബ്രദർ ബിജു to read this next എസിക്കിയൽ. അത് ബൈബിള് മലയാളത്തിൽ ഓക്കെ, മലയാളത്തിലുണ്ട്. മലയാളത്തിൽ അത് നമുക്ക് ഈ വാഗ്ദാനം നമുക്കൊന്ന് അവകാശപ്പെടാം. ഈ സൂം ലൈനിലുള്ള എല്ലാ ദൈവമക്കള് ഈ നിമിഷം നമ്മുടെ എന്നാ കുറവുകൾ കൊണ്ടോ കർത്താവ് പുതിയ ഹൃദയം തന്നിരിക്കും, പുതിയ ചൈതന്യം, ആത്മാവിന്റെ ചൈതന്യം തന്നിരിക്കും, നമുക്ക് കൃപ തന്നിരിക്കും. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ ജീവിക്കാനും കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാനും പ്രഥമ സ്ഥാനം കൊടുക്കാനും 100% ഓഫ് ദ ഹാർട്ട് വിൽ ബി ഗിവൻ ടു. ഇത് കർത്താവ് നമുക്ക് തരും. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ പ്രവേശിപ്പിക്കും, നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്ക് അവസാനമായി ആ ഗാനം, നമുക്ക് ദാവീദിന്റെ ആ പ്രാർത്ഥന, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നല്ല മാനസവും ഈ തരുളൻ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുളൻ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ, പരിപാവനനെ എന്നിൽ നിന്നും തിരികെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുളൻ ദേവാ. Father God, we take this time to thank you for all the love you give us, Lord. Today we come before your throne of grace and mercy. ദാവീദിന്റെ ആ പ്രാർത്ഥന കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയൊരു മനസ്സ്, പുതിയൊരു ഹൃദയം തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾ അവകാശപ്പെടുന്നു. കർത്താവേ, ഒരു പുതിയ ചൈതന്യം ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും രീതിയിൽ കർത്താവേ നിന്റെ അല്ലാത്തത് എന്നതേലും ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയണമേ.
ഈ നോയമ്പ് കാലത്ത് കർത്താവെ ഓരോ ദിവസവും ആത്മാ വഴി അവർ വചനത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഷോ us Lord where we need to change. Maybe it's the way we talk. കർത്താവെ നിന്റെ അല്ലാത്ത എല്ലാം മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yes Lord, you have said blessed are the pure in heart for they will see God. We want to see you my Lord. കർത്താവെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാ സ്വന്തക്കാരെയും സമർപ്പിക്കുന്നു ഈ സമയത്ത്. We come before you with all our family, Lord, especially this family here in Grace Community. Have mercy on us, Lord. Oh mighty one, oh gracious one, have mercy. My Jesus, wash us, cleanse us, purify us, and make us worthy to be in your presence all the days of our lives. And help us to live this life, to love you with all our heart, with all our mind, with all our strength, that we may do everything which is fully pleasing to you. Hallelujah. Hallelujah. യേശുവേ നന്ദി, പിതാവേ നന്ദി, റൂഹായേ നന്ദി. Hallelujah. Thank you, Lord. Thank you, Jesus. We praise you. Hallelujah. Thank you, Lord. Hallelujah. Praise the Lord.